അങ്ങനെ ഇത്ര സാധനങ്ങൾ കൂടി ഞാൻ വെച്ച് കഴിഞ്ഞാൽ അയ്യോ സ്ഥലമില്ല. കുഴപ്പമില്ല, ബാക്കി എൻ്റെ കയ്യിൽ കിട്ടും. എൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് ഡ്രാഗനെ കൊല്ലാൻ. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എൻ്റെ മെയിൻ ആർമർ ആൻഡ് മെയിൻ ടൂൾസ്, പിന്നെ എൻ്റെ മെയിൻ ബോ. എന്തെങ്കിലും കാരണം വെച്ചാൽ എൻ്റെ ബോ പൊട്ടുകയോ കളഞ്ഞു പോവുകയൊക്കെ ചെയ്തത് സെക്കൻഡറി ആയിട്ട് ഞാൻ ഒരു ബോ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പവർ 5 മെൻഡിങ് മാത്രമേ ഉള്ളൂ. അൺബ്രേക്കിംഗ് ഇതുവരെയായിട്ട് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ 2 സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ബോ യൂസ് ചെയ്യാനും ആണ്. ഓക്കെ, പിന്നെ ഈ ഒരൊറ്റ ബോ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻഫിനിറ്റി ബോ യൂസ് ചെയ്യാനാണ്. പക്ഷെ ഈ ഒന്ന് ഉപയോഗിച്ചാലും ഒരു സ്റ്റാക്ക് ഉപയോഗിച്ചാലും ഒരേപോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നേനെ ഉപയോഗിക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും ചത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എടുക്കാനാണ് ഞാൻ ഇത് ഇവിടെ വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ ഗോൾഡൻ ക്യാരറ്റ് ഫുഡ്, പിന്നെ എൻ്റെ 2 ഷീൽഡ്, പിന്നെ എൻ്റെ ഐ ഓഫ് കൺട്രോൾ, അങ്ങോട്ട് പോകാനും ഒരു പോർട്ടൽ തെളിയിക്കാനും, പിന്നെ ബിൽഡിംഗ് ബ്ലോക്ക് ബാക്കി എൻ്റെ കയ്യിരിക്കുകയാണ്. കഴിഞ്ഞില്ല സ്ഥലം. പിന്നെ എൻ്റെ സെക്കൻഡറി ടൂൾസ് ആണ്. ഇങ്ങനെ ഞാൻ ചത്തിട്ട് തിരിച്ചു പോകുന്ന ടൈമുകളിലൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ ബഫറുണ്ട്, ബഫറല്ല എക്കോ. ഓക്കെ, ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ നാളെ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതൊക്കെ വീഡിയോ കാണിക്കാൻ പറഞ്ഞിരുന്നതാണ്, പക്ഷെ ഞാനൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ഒന്ന് കുറെ നേരം മൈൻഡ് ചെയ്തു. അങ്ങനെ എൻ്റെ പിക്കാക്സ് ഒക്കെ പൊട്ടി, 2-3 പിക്കാക്സ് ഞാൻ പൊടിച്ചു. പിന്നെ മണ്ടേ പോയി എൻ്റെ ടൂൾസും ആർമറൊക്കെ ഇല്ലാണ്ട് പ്രൊട്ടക്ഷൻ എല്ലാത്തിലും ആഡ് ആയിട്ടുണ്ട്. പിന്നെ 2 ഞാൻ ത്രോൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നിൽ ത്രോൺസ് ആഡ് ചെയ്യാൻ 19 XP ആണ്. ഭയങ്കര പണിയാണ്. പിന്നെ ഒന്നിൽ ഇതുവരെയായിട്ട് എനിക്ക് ഷാർപ്നെസ് 5 കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പൊ ഏകദേശം ഓക്കെ, എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നാളെ പോവാം, അവനെ തീർക്കാൻ പോരാ. അപ്പൊ നാളെ എന്തായാലും വീഡിയോ വരത്തില്ല, കാര്യം എനിക്ക് നാളെ എക്സാം. ഞാൻ ഒരു 3 ദിവസം കൂടെ പ്രതീക്ഷിച്ചു, പക്ഷെ എന്തൊക്കെ കാരണങ്ങളാൽ കിട്ടിയില്ല. എനിക്കിനി കുറച്ച് സമയം കൂടെ ഉള്ളൂ റെക്കോർഡ് ചെയ്യാൻ. വളരെ കുറച്ച് സ്ഥലമേ സമയമുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പോർട്ടൽ തെളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഒരു ഗെയിമിലൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ 1000-2000 ബ്ലോക്കൊക്കെ ആയിരിക്കും പല സാധനങ്ങളും ഉള്ളത്. ഇന്നിപ്പോ എക്സാമ്പിൾ നമുക്ക് ഡെസേർട്ടിൽ പോകണം. ഇപ്പൊ ഇവിടെ കുറച്ച് ദൂരം ഉള്ളെങ്കിലും അത്രയും ദൂരം നമ്മൾ നടക്കണം. പക്ഷെ നമ്മൾ ഈ ഓവർ വേൾഡിൽ 8 ബ്ലോക്ക് നടക്കുന്ന ദൂരമാണ് നെതറിൽ നമ്മൾ 1 ബ്ലോക്ക് നടക്കുമ്പോൾ കിട്ടുന്ന. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ 8 ബ്ലോക്ക് സഞ്ചരിക്കുമ്പോൾ, ജസ്റ്റ് ഒരു ബ്ലോക്ക് സഞ്ചരിക്കുമ്പോൾ ഈ ഓവർ വേൾഡിൽ ഈ 8 ബ്ലോക്ക് നമ്മൾ സഞ്ചരിക്കും പോലെയാണ്. അപ്പൊ ക്ലാസ് കണക്കായി നിങ്ങൾ കേട്ട് പഠിച്ചോ. ഒരു നോട്ട് കൂടെ എടുത്ത് വെച്ചു, നോട്ട് മേനെ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു നമുക്ക് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർട്ടല് ഇവിടെ ഞാൻ വെച്ചിട്ട് ഇതിൽ ഞാൻ കയറിയില്ല. അപ്പൊ ഇവിടത്തെ ഞാൻ കോർഡിനേറ്റിന്റെ F3 അടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം എത്ര 69-47. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ നെസറിനകത്താണ് അല്ലല്ല, ഞാൻ ഇപ്പൊ ഇതെന്റെ പോർട്ടലുള്ള സ്ഥലം. ഞാൻ ഇനി ഇവിടെ നിന്ന് എന്റെ സ്പോണി വന്നു. സ്പോൺ എന്ന് പറഞ്ഞാൽ എന്റെ ബേസ്, ഇതെന്റെ ബേസ്. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് 1000 ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ 1000 ബ്ലോക്ക് നടക്കാൻ എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂർ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം 1000 ബ്ലോക്ക് ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. അപ്പം 1000 ബ്ലോക്ക് ഡിവൈഡഡ് ബൈ 8 എത്രയാ? അത്ര നമുക്ക് കിട്ടും. എനിക്ക് ഇടിച്ച് ഒരു എക്സാമ്പിൾ ഒരു 80 ബ്ലോക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയെന്ന് വെച്ചോ. ഇത് പോർട്ടലാണ്. ഞാൻ ഇപ്പൊ ഈ പോർട്ടലിൽ കൂടെ കയറി ഇപ്പുറത്തായി. ഇപ്പൊ ഇത് നെതറാണ്. അപ്പൊ നെതറിന്ന് നിൽക്കുവാണ്. അപ്പൊ നമ്മൾ ഇവിടെ നെതറിന്ന് 1 ബ്ലോക്ക് പോകുമ്പോൾ ഇവിടെ ഓവർ വേൾഡില് 8 ബ്ലോക്ക് നമ്മൾ പോയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 1000 ബ്ലോക്ക് ഉണ്ട് അങ്ങോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 80 ബ്ലോക്ക് നടക്കുക. അപ്പൊ ഇവിടെ 80 ബ്ലോക്ക് ആണെന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മള് ഓവർ വേൾഡ് 1000 ബ്ലോക്ക് നടന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ഇവിടത്തെ എനിക്കൊരു കോർഡിനേറ്റ് നോക്കിക്കൊണ്ട് നെതറിൽ എനിക്ക് പോർട്ടൽ സെറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ വെച്ചേക്കണ നമ്മളെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറഞ്ഞ പോർട്ടലിലായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇതിനെ ഡിവൈഡ് ചെയ്യണം 8 കൊണ്ട്. അപ്പം നമുക്കൊരു സംഖ്യ കിട്ടും, 2 സംഖ്യകൾ കിട്ടും അല്ലെ. പറഞ്ഞു കഴിഞ്ഞാൽ 8 ഡിവൈഡഡ് ബൈ ഈ സാധനത്തിന്റെ പേരെന്തായിരുന്നു? 180. 8 ഡിവൈഡഡ് ബൈ 49. ഓക്കെ, അത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇത് നമ്മളെ സ്ട്രോങ് ഹോൾഡാ എന്തായാലും പേര്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാം. ഈ സ്ട്രോങ് ഹോൾഡിൽ നിന്ന് കയറി നമുക്ക് വേണമെങ്കിൽ നെതറിൽ പോവാം. നെതറിന്ന് തിരിച്ച് എന്റെ മെയിൻ പോർട്ടലിൽ വന്നു കഴിഞ്ഞാൽ, എന്നാൽ ഇതിന്റെ മോനെ ഇതാണ് എന്റെ മെയിൻ പോർട്ടൽ. ഇവിടെ നിന്ന് ഇപ്പൊ നെതറിലാണ്. ഇവിടെ ഞാൻ ഓവർ വേൾഡായി കഴിഞ്ഞില്ലേ. അപ്പൊ ചെറിയൊരു കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു 8 ബ്ലോക്ക് വ്യത്യാസത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പോർട്ടൽ ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതപ്പോൾ നാളെ ചെയ്യണം. ഓ, ഇത്ര കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി എന്തുമാത്രം കാര്യങ്ങൾ ഞാൻ ചെയ്തു. അപ്പൊ നിങ്ങൾ നോട്ടൊക്കെ എടുത്ത് വെച്ച് എഴുതണം. നിങ്ങളുടെ ആവശ്യത്തിന് ഞാൻ നോട്ട് ചെക്ക് ചെയ്യും. കണ്ടോ, എല്ലാത്തിനും കെയർ നല്ലത്. ആ ഓക്കെ, നമുക്കപ്പോൾ ബാക്കി പണി ചെയ്യാം. പിന്നെ എന്താ നമുക്ക് ചെയ്യാളെ? ഫ്രീ ഫയറിന്റെ വീഡിയോ കുറെ നാളായില്ലേ വന്നിട്ട്, നമുക്ക് ചെയ്യാം. ഫ്രീ ഫയർ ചെയ്യണം. ഫ്രീ ഫയറിന്റെ ചാനലിലാണ് നമ്മളിപ്പോൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഇതിന്റെ പേരെന്തായിരുന്നു? ഭയങ്കര ഓക്കെ, എല്ലാം പോലെ. ഓ, മൈൻഡ് ചെയ്യാം. കുഴിച്ചോളൂ കുഴിച്ചോളൂ കുഴിച്ചോളൂ. പിന്നെ 10 വേണം, അറിഞ്ഞൂടെ? 10 അല്ല 20 വേണം. 20 നമുക്ക് തിരിച്ച് എന്തായാലും ഇവിടെ വന്നിട്ടാണ് നമ്മൾ നെതർ കയറണം. അപ്പൊ എന്തായാലും ഇവിടെ നമുക്കൊരു 10 കൂടെ കൊണ്ടുപോകാം. മാക്സിമം പൊളിക്കാം. ഇനി നാളെ ചാവുവാണെങ്കിൽ മറ്റന്നാ വീഡിയോ കാണൂല, മൈൻക്രാഫ്റ്റേ കാണൂല, ഈ ചാനലേ കാണൂല. ഓക്കെ, പല എന്റെ എക്സ്പ്രഷൻസും ഈ മൈക്ക് ക്യാപ്ചർ ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് മറ്റേ വെബ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടുന്ന 100 രൂപയുടെ മൈക്കാണ്. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ 14,000 രൂപ മൈക്കൊക്കെ വാങ്ങാൻ പോകും. 14,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാം കേസ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, 11 കുഴപ്പമില്ല. ഒരെണ്ണം നമ്മൾ കറക്റ്റ് അളവാണ്, അന്തസ്സുള്ളവരാണ്. ഇവിടെ ഒരെണ്ണം ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നൊരു ഉടായ്പ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല കേസ്. ഈ ഇന്നാളെ 20ാമത്തെ എപ്പിസോഡാണ്. 20ാമത്തെ എപ്പിസോഡിൽ കൊല്ലാന്ന് വിചാരിച്ചു. ഇന്ന് കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ നോക്കിയപ്പോ 19ാമത്തെ എപ്പിസോഡ് ആവേ ഉള്ളൂ. അപ്പൊ എന്തായാലും നോക്കിയപ്പോൾ പുതിയൊരു സ്റ്റാർട്ടിങ് പോലെ 20ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. പോരാത്തതിന് എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡ്രാഗനെ കൊല്ലാൻ പോണ. കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ സ്ട്രോങ് ഹോൾഡ് വരെ പോയി എന്റെ വേൾഡ് ഡിറ്റായി പോയി. അതൊക്കെ ഭയങ്കര വലിയ സങ്കടമാണ്. ഒരിക്കൽ കൊന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തോ ക്രാഷായി. ഓക്കെ, ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറച്ചുകൂടെ ഇത് വേണമല്ലേ, ചെസ്റ്റോടെ വേണം. രണ്ട് അയ്യോ, ഇതങ്ങ് പിടിച്ചെടുക്കാം. ഓ, എന്റെ ഇൻവെന്ററി നിറഞ്ഞു. ആവശ്യമുള്ള സാധനം വെച്ച് ബാക്കിയെല്ലാം കിട്ടി. ഫേസ് ക്യാമിന്റെ കാര്യം കൂടെ ഒന്ന് റെഡിയാക്കണം അല്ലേ? ഓക്കെ, കഴിഞ്ഞില്ല. അപ്പൊ ഞാന് ബാക്കി കാര്യങ്ങളോടെ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളാ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാം, പയ്യെ തന്നെ ചെയ്യാം. ഇന്ന് എന്തായാലും കുറച്ച് ലെങ്തി വീഡിയോ തന്നെ ആയിക്കോട്ടെ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ലെങ്ത് ആയെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് ആ നെതറിലെ കാര്യം പറഞ്ഞു തന്നിരിക്കും. അതൊട്ടും പാടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ മാത്സില് പുലിയായിട്ടുള്ളവന്മാർക്ക് അതൊക്കെ പെട്ടെന്ന് ചെയ്യാം. മിക്കവാറും ഞാൻ തൊലയ്ക്കും. ഇന്ന് പോയിട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് തള്ളിയത്. ചിലവർക്ക് പ്രാക്ടിക്കല് വേണ്ട. ഓക്കെ, അങ്ങനെ നമ്മൾ മണ്ടേ പോയി ഗൺ പൗഡർ എടുത്തിട്ടുണ്ട്. അതിന്റെ ബോട്ട് പൊങ്ങി. ടൈറ്റാനിക്. ഓ, ടൈറ്റാനിക് കൈ കയറില്ല. ഓ, ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എലിട്രേറ്റർ എടുക്കണം. എലിട്രയ്ക്ക് ആവശ്യമായിട്ടുള്ള റോക്കറ്റ് കൊണ്ടുപോകാൻ ആണ് നമ്മൾ ഇങ്ങോട്ട് വന്ന. അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ചെറിയ പെർഫോം ഉണ്ടാക്കണം. ഒരു ബ്രോ പറഞ്ഞ നമുക്ക് നെതറിലെ ഒരു ഗോൾഡ് ഫോം സെറ്റ് ആക്കണം. ഫയർ വർക്ക് റോക്കറ്റ് എത്ര ഉണ്ടാക്കാൻ പറ്റും അത്രയും നല്ലത്. സ്ഥലമില്ല, കുഴപ്പമില്ല. എക്സാം നാളെയാണ്, പഠിക്കണം. ഓക്കെ, അപ്പം എലക്ട്ര ആയിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രിക് ആവശ്യമുള്ള സാധനമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളൂ. നിങ്ങൾ പോയിട്ട് അടുത്ത വീഡിയോ ഡ്രാഗൻ ആയിരിക്കും. ഓക്കെ, ടാറ്റ ബേബി. വീണ്ടും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുന്നയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നെതർ കയറുന്നു. നെതറിൽ നമുക്കിപ്പോൾ ഒരു മെയിൻ പോർട്ടലുണ്ട്. മെയിൻ പോർട്ടലിൽ നിന്ന് ഓക്കെ, അപ്പോൾ എനിക്ക് ഡ്രാഗണിൻ്റെ സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഡ്രാഗണിൽ കയറുന്ന പോർട്ടലുണ്ടല്ലോ, പോർട്ടലിൻ്റെ അവിടെ ഞാൻ ഒരു
എന്ത് വെക്കുന്നു, ഒരു പോർട്ടൽ വെക്കുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചെൻ്റെ ബേസിൽ വരുന്നു. ബേസിലപ്പോൾ എനിക്കൊരു നെതർ പോർട്ടൽ ഉണ്ടല്ലോ, അതാണ് എൻ്റെ മെയിൻ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ബേസിൽ വരാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ മെയിൻ പോർട്ടലിൽ കയറി നെതർ ചെല്ലും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സ്ട്രോങ് ഹോൾഡിൻ്റെ അവിടുത്തെ ആ ഒരു കോർഡിനേറ്റ് എഴുതിയെടുക്കും. ഇപ്പോൾ 10-20 കൂട്ടിക്കും. എന്നിട്ട് അത് ഡിവൈഡഡ് ബൈ 8 ചെയ്യും. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യയിലുള്ള കോർഡിനേറ്റിലേക്ക് നമ്മൾ നെതറിൽ ചെല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നെതറിൽ ഇപ്പോൾ നമുക്ക് ആ 8 ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കൊരു 5 കിട്ടി വിചാരിച്ചു, 5ഉം 6ഉം കിട്ടി വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു 5, 6 എന്ന് പറയുന്ന കോർഡിനേറ്റിലേക്ക് നെതർ ചെല്ലും. എന്നിട്ട് അവിടെ ഒരു പോർട്ടൽ സെറ്റ് ചെയ്യും. അപ്പോൾ ആ പോർട്ടൽ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ആ ഒരു 2 പോർട്ടലായിട്ട് ലിങ്ക് ആവും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോങ് ഹോൾഡിൽ പോകാം. അവിടെ അതേ കണക്ക് തന്നെ എവിടെ വരാം ഗൈസ്, എൻ്റെ മെയിൻ പോർട്ടലിലും വരാം. ആ മെയിൻ പോർട്ടലിൽ നിന്ന് എനിക്ക് എൻ്റെ വെല്ലിലും വരാം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 20-10 ബ്ലോക്ക് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 5-6 ബ്ലോക്കിൽ നടന്ന് തീർത്തു. ശരിക്കും അങ്ങനെയല്ല, അങ്ങനെ തന്നെ ഓക്കെ. പക്ഷെ നമ്മളത് 8 ബ്ലോക്കായിട്ട് മാറ്റും. അത് നിങ്ങളിപ്പോൾ അത് വിട്ടുതരാം കേട്ടോ. ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കത് കറക്റ്റ് പറഞ്ഞു.